ഇന്ന് നൈനുക്കുട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ലേറ്റായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കിയാലും നമ്മൾ നാളെയാണ് കട്ട് ചെയ്യണത്. അപ്പം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല, കേക്കിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കുമ്പോഴാണ് കേക്കിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കേക്കാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് ഉണ്ടാക്കണ കേക്കാണ് സ്പാനിഷ് ഡിലൈറ്റ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്തവരൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം. ഇത് ഞാനൊരു 3 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കേക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഉണ്ടാക്കി കഴിക്കാൻ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ സ്പഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടാക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീമൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. ചിക്കൂസ് ഡൈനില്ലേ, അവരുടെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തന്നെ പഠിച്ചത്. ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അവരുടെ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് കണ്ടിട്ടാണ് ഉണ്ടാക്കാൻ പഠിച്ചത്. എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് കേട്ടോ. അതിന് നല്ല ടേസ്റ്റ്. ആ ചട്ടിയൊക്കെ കണ്ടോ, നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ആ ചട്ടിയിൽ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, ആ ചട്ടി അങ്ങനെ കളയാൻ പറ്റുമോ? നക്കി ഞാൻ ഇന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഐസിങ് ഒക്കെ ചെയ്ത് ഇന്ന് തന്നെ വെക്കുകയാണ് കേട്ടോ. ഇതിൽ വലിയ ഡെക്കറേഷനൊന്നുമില്ല. നമ്മൾ ഫുൾ ക്രീമാക്കിയിട്ട്, ക്രീം നല്ല ഫിനിഷിംഗ് ഒന്നും ആവണമെന്നില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മേലെ ഗണാശ് നാളെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തണുത്തിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു കേട്ടോ. ഇനി നാളെയാണ് അടുത്ത പരിപാടി. ബർത്ത്ഡേ എന്തായാലും ഒരു ഡ്രസ്സ് വേണ്ടേ, അവൾക്ക് വേണ്ടിയിട്ടൊരു ഉടുപ്പാട്ടോ സ്റ്റിച്ച് ചെയ്യണത്. കുറേ പണി പെട്ടു. കാരണം ഇന്നലെ ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല, ഇവിടെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കേക്കും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്നാണ് എല്ലാം ഞാൻ ഇന്ന് ചെയ്തത് കേട്ടോ. ഇന്ന് കുറച്ച് പണിയായിരുന്നു. അപ്പോൾ ശരി.